ഡി സതീശൻ അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറി എന്ന് പരസ്യമായി അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല, പരസ്യം പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ വിഷയം. സ്മൃതി പരുത്തിക്കാട് പോലും വി ഡി സതീശൻ അംഗീകരിക്കുന്നില്ല. അല്ല, പോലും എന്താണ്? അതൊരു ദുരർത്ഥമാണല്ലോ. ഇന്നെന്തോ ഒരു പുതിയ കാര്യം കേട്ട പോലെ താങ്കൾ ഇന്നാണ് പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞ നിലപാട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്മൃതി പറയുന്നു ഞാൻ യോജിക്കുന്നില്ല. ജനകീയ വിഷയങ്ങളും വികസന വിഷയങ്ങളും മണ്ഡലത്തിൽ ചർച്ച ചെയ്താൽ അത് ആർക്കാണ് ഗുണകരമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മുമ്പിൽ ലിസ്റ്റുകളുണ്ടല്ലോ. ഞാൻ ഈ 1-2 വിഷയങ്ങൾ മാത്രം പറയാം. അതിൽ ആദ്യത്തേത്, ജനകീയ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വികസന വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ള ക്ലെയിമുകളുണ്ട്. അതിനെ എങ്ങനെയാണ് പ്രതിപക്ഷം പ്രതിരോധിക്കാൻ പോകുന്നത് എന്നതാണ് എനിക്കറിയേണ്ടത്. ഞാൻ 1-2 എക്സാമ്പിൾ മാത്രം പറയാം. ഒന്ന്, ഈ LDF സർക്കാരിന് കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിനും 1ാം പിണറായി സർക്കാരിനും ഭരണ നേട്ടമായിട്ട് എടുത്തു കാണിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പിണറായിസം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ പിണറായിസം എന്ന വാക്ക് PV അൻവർ അല്ലാതെ മറ്റാരും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമില്ല. പിണറായിസം എന്ന വാക്ക് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ആ അർത്ഥത്തിൽ. കാരണം എന്താ? തിരിച്ചൊരു ക്യാമ്പയിൻ വന്നു. പിണറായിസം എന്ന് പറയുന്നത് വികസനത്തിന്റെ പേരാണെങ്കിൽ അത് ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടും. എന്താ? നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമാകുമോ? 2022 സുസ്ഥിര വികസന സൂചികയിൽ 2023 ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായും കേരളം തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ കേരളത്തിൽ ഒരു സർക്കാർ ഇല്ലാതെയാണോ? ഇന്ന് വി ഡി സതീശൻ പറഞ്ഞത് കേരളത്തിൽ സർക്കാരില്ലായ്മയാണ് ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കേരളം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു. അങ്ങനെ സർക്കാരില്ലാത്ത ഒരു സംസ്ഥാനത്തിനാണോ 2022 സുസ്ഥിര വികസന സൂചികയിലും 2023 ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായും നീതി ആയോഗ് തെരഞ്ഞെടുത്തിരിക്കുന്നത്? അങ്ങനെ സർക്കാരില്ലാത്തൊരു സംസ്ഥാനമാണോ 2021 ദേശീയ ഗവേണൻസ് അവാർഡ് ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ അഴിമതി വിമുക്ത സേവനത്തിനുള്ള പുരസ്കാരം നൽകിയിരിക്കുന്നത്? പബ്ലിക് അഫയേഴ്സ് സെന്റർ പ്രസിദ്ധീകരിച്ച മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാന സൂചികയിൽ 1ാമത് വന്ന സംസ്ഥാനത്ത് സർക്കാരേ ഇല്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ വസ്തുത ഒരു വശത്ത് നിൽക്കുന്നു,